ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മഴ തോരും മുൻപേയുടെ പ്രൊമോയിൽ ബാലേന്ദ്രൻ സ്റ്റാലിയെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് ഇവിടെ ആരോടും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ഓക്കെ എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അവിടേക്ക് അലീന വരും. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ നിന്ന് തന്നെയാണ് ബാലേന്ദ്രൻ പറയുന്നത്, എടി മോളെ, നിന്റെ ലൈഫേ മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുക എന്നങ്ങ് പറയുമ്പോൾ, ആണോ, ആലീസിന്റെ അത്ഭുത ദ്വീപ് പോലെയാണോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, ആലീസിന്റെ അത്ഭുത ദ്വീപ് എന്ന് മാറ്റിയിട്ട് അലീനെ കണ്ട അത്ഭുത ദ്വീപ് എന്നാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചിരിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ അലീന പോകുന്ന ആ ഒരു ടെൻഷനിൽ ഇരിക്കുക. അന്നേരം അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തായാലും ഞാൻ അമ്മയെ ചെന്ന് കണ്ടല്ലോ, ഞാൻ യാത്രയും പറഞ്ഞു, ഇനി ഏതായാലും അമ്മ ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയും, അമ്മ ഇങ്ങോട്ട് വരുമായിരിക്കും, പക്ഷെ അതിനുശേഷമുള്ള അവസ്ഥ ചേച്ചി ഒന്ന് ഓർത്ത് നോക്കിയെന്ന്, നിങ്ങൾ പഴയ പോലെ തന്നെ ജീവിക്കും എന്ന് പറയുമ്പോൾ, അത് ചേച്ചിയുടെ ആഗ്രഹം മാത്രല്ലേ, ഇവിടെ ഇപ്പോൾ ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ നല്ല പോലെ നിൽക്കുന്നേ, അമ്മ ഇങ്ങോട്ട് വന്നാൽ ഈ വീട് തലകുത്തനെ ആകും എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് അങ്ങനെ നമ്മുടെ ആലീന പോകുന്ന പിന്നാലെ തന്നെ വൈജ ബബിതയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് വേറൊന്നല്ല പറയുന്നത്, അലീനെ കുറിച്ചുള്ള കുറ്റങ്ങളാണ്. നേരം ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയും, എപ്പോൾ വിളിച്ചാലും അമ്മയ്ക്ക് പറയാനുള്ളത് അലീനച്ചിയും അച്ഛനെയും കുറിച്ചുള്ള കുറ്റങ്ങളല്ലേ എന്നങ്ങ് ചൂടായി പറയുന്ന നേരത്ത് നമ്മുടെ വൈജ പറയും, ഞാൻ എപ്പോഴും പറഞ്ഞതൊക്കെ സത്യമല്ലേന്ന്. അപ്പോഴേക്കും ബബിതയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇഷ്ടായോ?